എല്ലാവർക്കും നമസ്കാരം. വേൾഡ് ഹൗസിൻ്റെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് 3 BHK ഇരുനില ബഡ്ജറ്റ് വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്ത്, നല്ല പ്രീമിയം വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീട് നമുക്ക് കൊടുക്കാനുണ്ട്. ഈ വീട് ലാൻഡ് ചെയ്യുന്ന 3.5 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 വലിയ ബെഡ്റൂമാണ്, 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് നമുക്ക് 2 വലിയ വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഈ വീട് വെച്ചിട്ടുള്ള വാസ്തു ബേസിലായിട്ടാണ് കിഴക്ക് ദർശനമാണ് വരുന്നത്. വീട്ടിലോട്ട് വരുന്ന റോഡ് നമുക്ക് ഫുൾ നമ്മുടെ വീടിൻ്റെ മുറ്റം വരെ നമുക്ക് റോഡ് ടാറിഡാണ്. ഈ വില്ലയ്ക്ക് തന്ന ബഡ്ജറ്റ് വീടെന്ന് പറയുന്ന ഈ ഒരു വീട് മാത്രമാണ് 3 ബെഡ്റൂമിൻ്റെ വീട്. ബാക്കി ഈ കാണുന്ന വീടുകളെല്ലാം 88 ലക്ഷത്തിൻ്റെ 80 ലക്ഷം 75 ലക്ഷം ഈ ബഡ്ജറ്റ് വരുന്ന വീടുകളാണ് ബാക്കിയുള്ള വീടുകൾ. ഈ വീടിരിക്കുന്ന നല്ല നിരന്ന ഫ്ലോട്ടിലാണ് വീടിരിക്കുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസാണ് ഹൈലൈറ്റ്. 60 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഇത് നെഗോഷ്യബിളാണ്. 80% ഹോം ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. വീടിൻ്റെ മുറ്റത്ത് അത്യാവശ്യം 2 വലിയ കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. മുറ്റത്ത് നമുക്ക് ഇൻ്റർലോക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ 3 ചുറ്റും നമുക്ക് ടെയിൽ, നല്ല ഗ്രിപ്പുള്ള ടെയിലാണ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് സ്ലൈഡിങ് ഗേറ്റും ഹോൾഡിംഗ് ഗേറ്റും വരുന്നുണ്ട്. വീട് നമ്മുടെ ഇൻറ്റീരിയർ വർക്ക് എന്നാലും എക്സ്റ്റീരിയർ വർക്ക് നല്ല ഹൈ ക്വാളിറ്റി പ്രീമിയം മെറ്റീരിയൽസ് ഇട്ടാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. വീട്ടിലെ ഫ്രണ്ട് വുഡെല്ലാം വന്നിട്ട് നമുക്ക് പ്ലാവാണ്, ക്ലിയർ പോളിഷ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് അത്യാവശ്യം നല്ല തന്നെ ഗ്ലാഡിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ടെയിലാണ് നമ്മുടെ ഗ്ലാഡിംഗ് വർക്ക് വരുന്നത്. വീടിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. വീടിൻ്റെ ബാക്കിലും അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ പച്ചക്കറിയോ കാര്യങ്ങളോ നടാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഗാർഡൻ വർക്ക് ചെയ്യാൻ പറ്റും. വീടിൻ്റെ ബാക്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പച്ചക്കറി നടാൻ പറ്റും. ഈ കാണുന്ന സ്പേസിൽ നമുക്ക് അത്യാവശ്യം ചെടിയും കാര്യങ്ങളൊക്കെ നടാൻ പറ്റും. ഫ്രണ്ടിലാണ് കിണർ വന്നിട്ട് നമുക്ക് ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്, ഒരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഫ്രണ്ട് വുഡെല്ലാം വന്നിട്ട് നമുക്ക് പ്ലാവാണ്, ക്ലിയർ പോളിഷ് ചെയ്തിട്ടുണ്ട്. കാർ പോർച്ചിൽ ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഒരു പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഈ വില്ലയ്ക്ക് എത്തുന്ന ബാക്കിയുള്ള മിക്ക വീടും നമുക്ക് സോൾഡ് ആയിട്ടുണ്ട്. മിക്ക വീട്ടിൽ നമുക്ക് ആൾ താമസവും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഹാളും ഡൈനിങ് സെക്ഷനും ഒരുമിച്ചാണ് നമുക്ക് ഹാളിൽ വരുന്നത്. അത്യാവശ്യം നമുക്ക് നല്ല സ്പേസാണ് വരുന്നത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ളൊരു വീടാണ്. സീലിംഗിലായിരുന്നാലും നമുക്ക് നല്ല ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്കും ഓട്ടോമാറ്റിക് ഫാനും ഫാൻസി ലൈറ്റും, അകത്തെ കളറെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ലൈറ്റ് കളറാണ്. ടെയിൽ വന്നിട്ട് 4x2 വെട്രിഫൈഡ് ടെയിലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് വരുന്നുണ്ട്. 3 ഫേസാണ് നമ്മുടെ കണക്ഷൻ വന്നിട്ട്. വയറിങ്ങിന് ഉപയോഗിക്കുന്ന വി ഗാർഡും സ്വിച്ചെല്ലാം വന്നിട്ട് നമ്മുടെ ആൻസറിൻ്റെ സ്വിച്ചാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ TV യൂണിറ്റ് ഏരിയ. എത്ര ഇഞ്ച് TV യോടെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റ് ഏരിയയാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഡൈനിങ്ങിൻ്റെ ഏരിയ. അത്യാവശ്യം വലിയൊരു ഡൈനിങ് ടേബിൾ വരെ ഇടാൻ പറ്റിയ വലിയൊരു ഡൈനിങ് സെക്ഷൻ്റെ ഏരിയയാണ് വരുന്നത്. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ നമുക്കൊരു വാഷ് ബേസിനും വരുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ്. കിച്ചൺ വന്നിട്ട് നമുക്ക് വലിയൊരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം, മൊത്തം നമുക്കിവിടെ 3 ബെഡ്റൂമാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ കിച്ചൺ. വലിയൊരു കിച്ചണാണ്. കിച്ചണിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. കിച്ചണിലെ കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് വലിയ രീതിയിലാണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കിച്ചണിലെ ഫിറ്റിങ്സ് ആയിരുന്നാലും വന്നിട്ട് നമ്മുടെ ബ്രാൻഡ് ഫിറ്റിങ്സ് ആണ് വരുന്നത്. ഫ്ലോർ ടൈൽ വന്നിട്ട് നല്ല ഗ്രിപ്പുള്ള ടൈലാണ്. കിച്ചണിൽ സ്റ്റോറേജ് നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ചെറിയ മോഡിഫിക്കേഷനോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ, അഡീഷണൽ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്താണ് കൊടുക്കാൻ പോകുന്നത്. ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ വരെ പോകാൻ വേണ്ടി 11 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. ഇവിടുന്ന് എയർപോർട്ട് പോകാൻ 14 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്നും 100 മീറ്റർ മാത്രം നടന്നാൽ നമ്മുടെ ബസ് സ്റ്റോപ്പ് എത്തും. മാർജിൻ ഫ്രീ മാർക്കറ്റ്, എല്ലാ സംഭവങ്ങളും നമ്മുടെ മെയിൻ റോഡിൽ തന്നെ വരുന്നുണ്ട്. അകത്തെ ഡോറുകളെല്ലാം നമുക്ക് പോളിഷാണ് വെച്ചിട്ടുള്ള ക്ലിയർ പോളിഷാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ മഴക്കോള് കിടക്കുന്നുണ്ട്. നമുക്ക് ബാക്ക് സൈഡിലൊക്കെ നമുക്ക് ഇത്തിരി ഇരുണ്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ മഴ പെയ്യാണ്. ബാക്കിലാണ് നനകല്ല് വരുന്നത്. ബാക്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നടാനുള്ള സ്പേസ് വരുന്നുണ്ട്. വീടിൻ്റെ 3 ചുറ്റും നമുക്ക് ടെയിലാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ വർക്ക് ഏരിയ. ഹൗസ് ചെയ്തൊരു വർക്ക് ഏരിയ വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്തിരുന്ന നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 11x13 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ബെഡ്റൂമിൽ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ചെറിയൊരു ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബെഡ്റൂമിൽ കബോർഡ് വർക്ക് വലിയ രീതിയിലാണ് നമ്മുടെ കബോർഡ് വർക്ക്. 3 പാളിയുടെ കബോർഡ് വർക്കും വരുന്നുണ്ട്. ഷെയ്ഡിൻ്റെ മുകളിൽ നമുക്ക് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ബെഡ്റൂമിലെ കളറൊക്കെ വന്നത് ലൈറ്റ് കളറാണ് വരുന്നത്. 3 ബെഡ്റൂമിലും AC പോയിൻറ്റും 3 വാഷ്റൂമിൽ നമ്മുടെ ഹീറ്റർ പോയിൻറ്റും വരുന്നുണ്ട്.
ഇവിടെ നമുക്കൊരു ചെറിയൊരു ഡ്രസ്സിങ് റൂം വരുന്നുണ്ട്. അതിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. വലിയൊരു വാഷ്റൂമും വരുന്നുണ്ട്. ഈ കാണുന്നത് നമ്മുടെ വാഷ്റൂം വലിയൊരു വാഷ്റൂമാണ്. വാഷ്റൂമിലെ ഫിറ്റിങ്സ് ഒക്കെ വന്നിട്ട് നമുക്ക് സെറയാണ്. നല്ല ഗ്രിപ്പുള്ള ഫ്ലോർ ടൈലാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ടൈലെല്ലാം വന്നിട്ട് നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. വാഷ്റൂമിലെല്ലാം നമുക്ക് എക്സോസ് ലൂക്കറിൻ്റെ എക്സോസ് ഫാൻ ചെയ്തിട്ടുണ്ട്. വാഷ്റൂമിലെ ഡോറെല്ലാം നല്ല പ്രീമിയം ഡോറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഹാളിൽ നിന്നും അടുത്ത് വരുന്ന നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയറാണ്. സ്റ്റെയർ കയറുന്നിടത്ത് നമുക്കിവിടെ പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ജിയോ പൈപ്പിൽ മാറ്റ് ബ്ലാക്കും പിടി നമ്മുടെ വുഡ് ലാവാണ്, ക്ലിയർ പോളിഷ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറുന്ന സെൻറ്റർ ചെവിൽ നമുക്ക് ചെറിയൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിംഗിൽ നമുക്ക് പർഹോളയും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ഹാള്. വലിയൊരു ഹാളാണ് വരുന്നത്. ഇവിടെ നമുക്ക് വലിയൊരു ടി വി യൂണിറ്റും വരുന്നുണ്ട്. സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കമ്പ്യൂട്ടർ സ്റ്റാൻഡ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. വലിയൊരു ബാൽക്കണിയും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 12x10 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. വലിയൊരു കബോർഡ് വർക്കും വരുന്നുണ്ട്. 2 പാളിയുടെ കബോർഡ് വർക്കും വരുന്നുണ്ട്. ഷെയ്ഡിൻ്റെ മുകളിൽ നമുക്ക് വലിയൊരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് എന്തുകൊണ്ടും അനുയോജ്യമായൊരു വീടാണ് ഈ ഒരു വീട്. ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 60 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിളാണ്. ഇതാണ് നമ്മുടെ വാഷ്റൂം. വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ ഈ ഫിറ്റിങ്സ് ഉപയോഗിക്കുന്നതെല്ലാം തന്നെ ബ്രാൻഡ് ഫിറ്റിങ്സ് ആണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്തിരുന്ന നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 11x13 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. 3 പാളിയുടെ വലിയ കബോർഡ് വർക്കും മുകളിൽ ഷെയ്ഡിൻ്റെ മുകളിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് ചെയ്യുന്ന ഒരു കബോർഡ് വർക്കും വരുന്നുണ്ട്. ഒരു ഡ്രസ്സിംഗ് റൂമും വാഷ്റൂമും താഴെ കണ്ട അതേ മെത്തേഡിൽ തന്നെയാണ് ഇവിടെയും ബെഡ്റൂമിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിന് നമുക്ക് നല്ല രീതിയിൽ തന്നെ താഴെ കണ്ട മെത്തേഡിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഈ വാഷ്റൂമിലെയും ഫിറ്റിങ്സിന് ഉപയോഗിക്കുന്ന സെറയാണ്. വലിയ വാഷ്റൂമാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്തിരുന്ന് നമുക്ക് ബാൽക്കണിയാണ്. വലിയൊരു ബാൽക്കണിയാണ് ഇവിടെ വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ബാൽക്കണി. ബാൽക്കണിയിൽ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വലിയൊരു ഓപ്പൺ ബാൽക്കണി വരുന്നുണ്ട്. ഇവിടെ ഹാൻഡിൽ വർക്ക് ചെയ്തിരിക്കുന്ന ജിയോ പൈപ്പാണ്. ഇതിൽ നമ്മൾ മാറ്റ് ബ്ലാക്കും മാറ്റ് വൈറ്റ് പെയിൻറ്റുമാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഗ്ലാഡിങ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല സൈലൻറ്റ് ഏരിയയാണ്. നല്ല താമസക്കാരാണ് അടുത്തുള്ളത്. ഇതൊരു വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് വരുന്ന വീടാണ്. ടെറസിൽ നമുക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. ടെറസിൽ ഒരു 1000 ലിറ്ററിൻ്റെ വലിയൊരു ടാങ്കാണ് വരുന്നത്. അഡീഷണൽ ഒരു ടാങ്കും കൂടെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽ. ഈ വീടിരിക്കുന്ന 25 വീട് ചേർന്ന് വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് വീട് വരുന്നത്. ഈ വീടിരിക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് തച്ചോട്ടാവ് കരിപ്പൂര് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 100 മീറ്റർ മാത്രം മാറിയാണ് നമുക്ക് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട് ലാൻഡ് ചെയ്യുന്ന 3.5 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 വലിയ ബെഡ്റൂമാണ്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് നമുക്ക് 2 വലിയ വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്. ലൈൻ കണക്ഷനും വരുന്നുണ്ട്. വീട് ചുറ്റുള്ള വാസ്തു ബേസ്ഡ് ആയിട്ടാണ് കിഴക്ക് ദർശനമാണ്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 60 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിളാണ്. ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ വരെ പോകാൻ വേണ്ടി 11 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി നമുക്ക് 14 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീടിൻ്റെ ഡീറ്റെയിലോ കാര്യങ്ങളോ അറിയാൻ വേണ്ടി താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ വില്ലയ്ക്ക് എത്തുന്ന ബഡ്ജറ്റ് കുറഞ്ഞ ഒരു വീടും നല്ല അത്യാവശ്യം നല്ല ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വീടുമാണ് ഇത്. ഈ വില്ലയ്ക്ക് എത്തുന്ന ബാക്കി വീടുകളെല്ലാം 75 ലക്ഷം 80 ലക്ഷം 88 ലക്ഷം രൂപ ബഡ്ജറ്റ് വരുന്ന വീടുകളാണ്. ഈ വീട്ടിൽ നിന്ന് മെയിൻ റോഡ് വരെ പോകാൻ നമുക്ക് 100 മീറ്റർ മാത്രമേ വരുന്നുള്ളൂ. വില്ലയ്ക്കകത്ത് പാല്, പച്ചക്കറി, ഫിഷ് എല്ലാം തന്നെ നമുക്കിവിടെ കൊണ്ടുവരുന്നതാണ്. ഫുഡ് വേസ്റ്റ് എടുക്കാൻ ആൾ വരുന്നുണ്ട്. പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാനും ആൾ വരുന്നുണ്ട്. ഈ വീടിൻ്റെ ഡീറ്റെയിലോ ഈ വീട് വാങ്ങാനോ ഈ വീട് കാണാനോ താല്പര്യമുള്ളവർക്ക് താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാനുള്ളൂ. വേൾഡ് ഡൂസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് മറക്കല്. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള നല്ല നല്ല വീടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അടുത്ത എന്തെങ്കിലും പുതിയൊരു വില്ല പ്രോജക്റ്റ് ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ.